സംസ്ഥാന സർക്കാർ 2012 നിയമം പാസാക്കി ഏറ്റെടുത്ത് രാഷ്ട്രപതി ഒപ്പുവെച്ച് ഗസറ്റിൽ പുറപ്പെടുവിച്ചിട്ടുള്ള കോഴിക്കോട്ടെ ഫാം ട്രസ്റ്റിന്റെ 3.84 ഏക്കറിൽ ആ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ കഴിഞ്ഞ ദിവസം BTC എന്ന് പറയുന്ന ഒരു കമ്പനി അവർക്ക് പണം മേടിച്ച് പാർക്കിങ്ങിന് വേണ്ടി കോർപ്പറേഷൻ അനുവാദം കൊടുത്തു എന്ന് പറയുന്ന ഒരു വിവാദം നടന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾക്കാർക്കും മനസ്സിലാവുന്നില്ല കോർപ്പറേഷന് എന്ത് അധികാരമാണ് സർക്കാർ ഏറ്റെടുത്ത ഒരു ഭൂമി ഒരു സ്വകാര്യ വ്യക്തികൾക്ക്, BTC എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതാണ്, VKC മുഹമ്മദ് കോയ ചെയർമാനായിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. എങ്ങനെയാണ് ഒരു സ്വകാര്യ കമ്പനിക്ക് വേൻ പാർക്കിംഗ് നടത്താൻ കോർപ്പറേഷന് അനുവാദം കൊടുക്കാൻ വേണ്ടി സാധിക്കുക എന്ന് മനസ്സിലാവുന്നില്ല. മാത്രമല്ല, ഇതിനു മുമ്പേ ഇവിടെ അനധികൃതമായിട്ട് പൈസ ഈടാക്കിക്കൊണ്ട് പാർക്കിംഗ് നടത്തുന്നു എന്നറിഞ്ഞപ്പോൾ കഴിഞ്ഞ 2 തവണയും അതിനെതിരായിട്ട് നടപടിയെടുത്തവരാണ് കോഴിക്കോട് കോർപ്പറേഷന്റെ ആളുകൾ. പിന്നെ ഇപ്പൊ പുതുതായിട്ട് എങ്ങനെയാണ് ഈ ഫാം ട്രസ്റ്റിന്റെ ഭൂമി ഒരു സ്വകാര്യ വ്യക്തിക്ക് പണം ഈടാക്കിക്കൊണ്ട് പാർക്കിങ്ങിന് കൊടുക്കാനുള്ള അനുവാദം എങ്ങനെയാണ് കൊടുക്കാൻ വേണ്ടി സാധിക്കുക? നമ്മൾ കഴിഞ്ഞ ദിവസം സിനിമയിലെ ചില കാര്യങ്ങൾ പുറത്തു വന്നപ്പോൾ പറഞ്ഞു അവിടെ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന്. സത്യത്തിൽ കോഴിക്കോട് കോർപ്പറേഷൻ ഭരണത്തെ നിയന്ത്രിക്കുന്നത് പവർ മാഫിയയാണ്. കോർപ്പറേഷൻ മേയർക്കും അവിടെ ചർച്ച നടത്ത കൗൺസിലർമാർക്കൊന്നും ഒരു അധികാരമില്ല. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് VKCയെ പോലുള്ള നമ്മുടെ സംസ്ഥാന മന്ത്രി മുഹമ്മദ് റിയാസിന്റെ അച്ഛനെ പോലുള്ള CPMന്റെ 2-3 നേതാക്കന്മാരെ പോലുള്ള ആളുകളുടെ പവർ മാഫിയയാണ് ഈ കോഴിക്കോട്ടെ ഭരണത്തെ കോർപ്പറേഷനെ ഇപ്പൊ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കോൺഗ്രസ് ഏറ്റെടുക്കൽ നടപടി പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 15 വർഷമായില്ലേ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട്? ഇവിടെ 15 വർഷമായിട്ട് ആ സമരം നടത്തുകയാണ്. ആ സമരം തീർക്കാത്തതിനെ സംബന്ധിച്ച്, തൊഴിലാളികളെ സംരക്ഷിക്കാത്തതിനെ സംബന്ധിച്ച്, അവിടെ പുതിയ വ്യവസായം തുടങ്ങുന്നതിനെ സംബന്ധിച്ച് സർക്കാരിന്റെ പ്രതിനിധികളോട് ചോദിക്കുമ്പോൾ, CPMന്റെ നേതൃത്വത്തോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അവിടെ ഒരു ചെറിയ കേസുണ്ട് കോടതിയിൽ, അതുകൊണ്ടാണ് തീരുമാനമെടുക്കാൻ വേണ്ടി പറ്റാത്തത്. രാഷ്ട്രപതി ഒപ്പിട്ട് നിയമമാക്കിയ ഒരു കാര്യത്തിൽ പോലും സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കാത്ത ഭൂമിയിൽ എങ്ങനെയാ കോർപ്പറേഷൻ ഒരു സുപ്രഭാതത്തില് ഈ പാർക്കിങ്ങിന് വേണ്ടി അനുവാദം കൊടുക്കുക? ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നില്ല, 24 മണിക്കൂറിനുള്ളിലാണ് പോലും ഈ ഇതിലേക്ക് KSCB പിന്നെ ലൈൻ വലിച്ചു കൊടുത്ത് കറണ്ട് കൊടുത്തിരിക്കുന്നത്. ഒരു സാധാരണക്കാരൻ എത്ര തവണ കയറി ഇറങ്ങണം ഒരു ഓഫീസ്? അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇവിടെ പവർ മാഫിയയാണ്. അവര് നിമിഷം കൊണ്ട് കാര്യങ്ങൾ സാധിച്ചെടുക്കുക. നമുക്കറിയാലോ, കോൺഗ്രസ് ഈ കോഴിക്കോടിന്റെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു സ്ഥാപനമായിരുന്നല്ലോ. ആ സ്ഥാപനത്തിന്റെ ഭൂമി എങ്ങനെയാണ് ഈ VTCയുടെയും CPMന്റെ ട്രസ്റ്റിന്റെയും ഒക്കെ കയ്യിൽ വന്നത്? അതും അനധികൃതമായിട്ടാണ്. ഫാം ട്രസ്റ്റ് ഭൂമി കള്ളരേഖയുണ്ടാക്കി കൈക്കലാക്കി അവരവകാശപ്പെടുകയാണ് ഞങ്ങളതാണ്. എന്നിട്ട് അവർ കോടതി പോവുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇത് സർക്കാരിന്റെ ഭൂമി അല്ലെങ്കിൽ 2010 VS അച്യുതാനന്ദന്റെ ഗവൺമെന്റ് ഉള്ള സമയത്ത് ഓർഡിനൻസിലൂടെ ഇത് ഏറ്റെടുക്കുമ്പോ എങ്ങനെയാണ് മുഴുവൻ ഭൂമിയും വരുന്നത്? 3.84 ഏക്കർ അല്ലേ? 2012 ഉമ്മൻചാണ്ടി നിയമം പാസ്സാക്കുമ്പോ 3.84 ഏക്കർ അല്ലേ? ഇപ്പൊ രാഷ്ട്രപതി ഒപ്പിട്ട് നിയമമാക്കി ഗസറ്റിൽ പുറപ്പെടുവിച്ചിട്ടുള്ള രേഖയിൽ 3.84 ഏക്കറാണ്. അതിൽ ഏത് ഭൂമിയാണ് അതിലെനിക്ക് സ്വകാര്യ വ്യക്തിക്ക് കൈമാറാൻ വേണ്ടി സാധിക്കുന്നത്? ഏത് ഭൂമിയാണ് സ്വകാര്യ വ്യക്തി ഞങ്ങളുടേതാണ് അവകാശപ്പെടുന്നത്? അവിടെ തീർപ്പാക്കേണ്ടത് കോടതിയാണ്. ആ കോടതിയുടെ തീർപ്പിന് വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ പോലും കാത്തിരിക്കുന്നത് എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനിടയിൽ എങ്ങനെയാണ് ഈ ഫാം ട്രസ്റ്റിന്റെ ഭൂമി സ്വകാര്യ വ്യക്തിക്ക് പാർക്കിങ്ങിന് വേണ്ടിയിട്ട് പൈസ മേടിച്ച് പാർക്കിങ്ങിന് വേണ്ടി അനുവദിക്കാൻ വേണ്ടി സാധിക്കുക?
കോർപ്പറേഷൻ അവകാശപ്പെടുന്നത് അവരെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ആളുകൾക്ക് തെളിവ് ലഭിച്ചു. തെളിവ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയാണ് ഈ സർവേ നമ്പർ മാറ്റി കള്ള സർവേ നമ്പർ ഉണ്ടാക്കിയിട്ടാണ് ആ രേഖ വെച്ചിരിക്കുന്നത്. കള്ള രേഖ ഉണ്ടാക്കിയതിന് കോർപ്പറേഷന്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളെ കേസെടുത്ത് തുറുങ്കിലടക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്. എന്നും കുങ്കുകൊണ്ട് നടത്താമെന്നുള്ള ധാരണയിലാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ അനധികൃതമായിട്ടുള്ള കയ്യേറ്റവും ഈ അനധികൃതമായിട്ടുള്ള പാർക്കിങ്ങും അതിന്റെ സമ്മതം റദ്ദ് ചെയ്ത് കോർപ്പറേഷൻ മാന്യത കാണിക്കുന്നില്ലെങ്കിൽ, ഈ നാട്ടിലെ ജനങ്ങളോട് നീതി കാണിക്കുന്നില്ലെങ്കിൽ, സർക്കാരിന്റെ ഭൂമി സ്വകാര്യ വ്യക്തികൾക്ക് കയ്യേറാൻ കൂട്ടുനിൽക്കുകയാണെങ്കിൽ അതിശക്തമായിട്ടുള്ള സമരവുമായി ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകും. അതിന് ഇടവരുത്തരുത് എന്ന് കോർപ്പറേഷൻ അധികാരികളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഈ കോഴിക്കോട്ടെ പവർ മാഫിയയുടെ അധികാരങ്ങളും വെട്ടിക്കുറക്കാൻ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് സമരം ചെയ്യേണ്ട, പോരാട്ടത്തിനിറങ്ങേണ്ട സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്. ഈ ഭൂമി നഷ്ടപ്പെടാതിരിക്കാൻ ഇവിടെ കഴിഞ്ഞ 15 വർഷമായിട്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലാളികളെ സംരക്ഷിക്കാൻ, ഈ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് ഇവിടെ നല്ലൊരു വ്യവസായം സർക്കാരിന്റെ നേതൃത്വത്തിൽ തന്നെ തുടങ്ങാൻ, അതിനനുയോജ്യമായിട്ടുള്ള സാഹചര്യമൊരുക്കാൻ ഏതറ്റം വരെയും പോകണമെങ്കിലും ഭാരതീയ ജനതാ പാർട്ടി ആ ശരിയുടെ പക്ഷത്തായിരിക്കും. തീർച്ചയായിട്ടും ഈ കോർപ്പറേഷന്റെ ധിക്കാരപരമായിട്ടുള്ള നടപടി അവസാനിപ്പിക്കണമെന്നും ഈ അനധികൃതമായിട്ട് അനുവദിച്ചിട്ടുള്ള ഈ പാർക്കിംഗ് അത് റദ്ദ് ചെയ്യണമെന്നും ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ്.